ഈ ഉമ്മാനെ വിട്ടു പിരിഞ്ഞുകൊണ്ട് പോവുകയാണോ? ഈ പുന്നാര പൊന്നുമക്കളെ വിട്ടു പിരിഞ്ഞുകൊണ്ട് പോവുകയാണോ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇവിടെ വിധവയാണടാ, ഇവളെ വിട്ടിട്ട് പോവുകയാണോ? അപ്പോഴാണ് അവിടെ ഈ റൂഹ് വിളിച്ചു പറയുന്നു, കൊണ്ടുപോകല്ലേ, അവരുടെ കരച്ചിലൊന്ന് കേട്ടോട്ടെ. ഇനി എനിക്ക് നീ കരച്ചിൽ കേൾക്കാൻ പറ്റൂല. 6ഉം 7ഉം വയസ്സുള്ള പുന്നാര മക്കളാട്, അവർക്കൊന്നും അറിയാത്ത മക്കളാട്. അവരുടെ അവസാനത്തെ കരച്ചിൽ ഞാനൊന്ന് കേട്ടിട്ട് പോകട്ടെന്ന് വിളിച്ചു പറയുമ്പോ ഈ ഒരവസ്ഥ എല്ലാവർക്കും വരാനുള്ളതാണ്. അങ്ങനെ കൊണ്ടുപോവുകയാ. കബറാകുന്ന പള്ളിക്കാട്ടിലേക്ക് അവനെ അതാ ചുമന്നു കൊണ്ടുപോവുകയാണ്. വസാറബനൂക ഐതാമൻ സിഗാറാ വാനക റുസുകൽ ബഗലൽ ജദീദോ. എല്ലാവരെയും വിട്ടുപിരിയാണ്. ഇന്നലെ വരെ ഉമ്മ വിളിച്ച ഉമ്മാന്റെ വിളിക്കുത്തരം കൊടുക്കുന്ന മകനാണ്. ഭാര്യ വിളിച്ചാല് ഭാര്യക്കുത്തരം കൊടുക്കുന്ന ഭർത്താവാണ്. മക്കളെ വിളിച്ച ആ മക്കളുടെ വിളിക്കുത്തരം കൊടുക്കുന്ന ബാപ്പച്ചിയാണ്. ഇന്ന് മക്കൾ വിളിച്ചിട്ട് തിരിഞ്ഞില്ല, ഭാര്യ വിളിച്ചിട്ട് തിരിയുന്നില്ല. ഇന്ന് കണ്ണൂർ ജില്ലയിലെ കൊതേരി എന്ന് പറയുന്ന സ്ഥലത്ത് വാള് കേൾക്കാ ഒരുമിച്ച് കൂടിയ ഉമ്മ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ റൂഹ് കൊണ്ടിറങ്ങുമ്പോ അവരവരുടെ മനസ്സിൽ കൈവച്ച് കൊണ്ടങ്ങ് ചിന്തിക്ക്. എന്നെ കൊണ്ടുപോകുമ്പോ എന്റെ മക്കൾ ഇതുപോലെ കരയുമല്ലോ, അപ്പൊ ഞാനും ഇതുപോലെ വിളിച്ചു പറയുമല്ലോ. തീർന്നിട്ടില്ല സഹോദരാ, അതാ പള്ളിക്കാട്ടിലേക്കൊന്ന് കൊണ്ടുവെക്കുകയാണ്. പള്ളിക്കാട്ടിലേക്കൊന്ന് കൊണ്ടുവെക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പള്ളിയിൽ കൊണ്ടുവെക്കുകയാണ്. ഇതുവരെ നീ പള്ളിയിൽ കയറാൻ പറഞ്ഞാ നിനക്ക് മടിയായിരുന്നല്ലോ, പടച്ചവനെ ഓർക്കാൻ പറഞ്ഞാ നിനക്ക് മടിയായിരുന്നല്ലോ, നമസ്കരിക്കാൻ പറഞ്ഞാ നിനക്ക് മടിയായിരുന്നല്ലോ. ഇന്ന് നിന്നെ മറ്റുള്ളവര് പള്ളിയിൽ കൊണ്ടുവെക്കുകയാണ്. അപ്പോഴാണ് ചില ആളുകൾ പെട്ടെന്ന് നമസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി ഓടുമ്പോ ഈ റൂഹ് വിളിച്ച് പറയാട്, ഇന്നെന്നെ പള്ളിക്കുള്ളിൽ കൊണ്ടുവച്ചിട്ട് നമസ്കരിച്ചിട്ട് ദുനിയാവിന് വേണ്ടിയിട്ട് ധൃതി പിടിച്ചുകൊണ്ട് ഓടുന്നവനെ, നിങ്ങള് എന്നെ കൊണ്ടുവച്ചിട്ട് പോവുകയാണ്. ഇനി എന്റെ വീടേടാട്, ഞാൻ വെച്ചിട്ടുള്ള 2 നിലയോ 3 നിലയോ വീടെനിക്കില്ല. ഇനി എന്റെ വീട് പള്ളിക്കാടാട്, ഒരാൾ പോലും സഹായത്തിനില്ലാത്തൊരു നാടാട്, അതൊരു വിദേശിയുടെ സ്ഥലമാണ്. അങ്ങനെ ഉള്ള പള്ളിക്കാട്ടിലാണ് എന്നെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ പെട്ടെന്ന് പോകരുതേ. നിങ്ങള് എന്നെ കൊണ്ടുവെക്കുന്ന എനിക്ക് ഇനി താമസിക്കാനുള്ള വീടാകുന്ന 6 അടി മണ്ണാകുന്ന കബറായ വീട്, അതൊന്ന് കണ്ടിട്ടല്ലാതെ പോകരുതേ. അതിന്റെ ആഴമൊന്ന് കാണാതെ പോകരുതേ, അതിന്റെ വീതിയൊന്ന് കാണാതെ പോകരുതേ. ഞാൻ എത്ര വിശാലമായി എത്ര വലിയ വീട്ടിൽ കിടന്നിരുന്ന മനുഷ്യരാട്, ഇന്ന് ഞാൻ കിടക്കുന്നതോ പച്ചമണ്ണിലാ, പച്ചമണ്ണിലാ, പച്ചമണ്ണിലാ. എന്റെ വസ്ത്രങ്ങളും എന്റെ സ്വത്തുക്കളൊക്കെ വീട്ടിലാട്. ഞാൻ ഒരുപാട് സമ്പത്തുണ്ടാക്കി, പക്ഷേ ഇതുപോലെ ഒരവസ്ഥ ഖബർ പെട്ടെന്ന് വരുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. അതുകൊണ്ട് പടച്ചവനിക്ക് വേണ്ടി കൊടുക്കാൻ ഞാൻ മറന്നുപോയി. എല്ലാ നഷ്ടത്തിലാണ്. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി എന്റെ സമ്പത്ത് മാറ്റിവെച്ചു, ഖബറിലേക്കൊന്നും മാറ്റിവെച്ചിട്ടില്ല. നിങ്ങൾ എന്റെ വീട് കാണാതെ പോകല്ലേ. അവസാനം അവിടെ നിന്ന് പിരിയുകയാണ്. എല്ലാവരും ദുആ ചെയ്ത് മണ്ണിട്ട് മൂടുമ്പോ ആ സമയത്ത് വിളിച്ചു പറയാട്, നിങ്ങൾ ദുആ ചെയ്യുമ്പോ എന്നെയും കൂടി ഉൾപ്പെടുത്തണേ. ഈ പാപ്പിച്ചാനെ മറന്നു പോകല്ലേ, ഈ ഉമ്മാനെ മറന്നു പോകല്ലേ. നിങ്ങൾ എത്ര നോക്കിയതാണ്, നിങ്ങൾക്ക് വേണ്ടി എത്ര സമ്പത്ത് തന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി സമ്പത്തുണ്ടാക്കാൻ ഗൾഫ് രാജ്യത്തില് പല പ്രാവശ്യം പോയിട്ട് വന്നതാണ്. ഈ ബാപ്പയുടെ കണ്ണ് മറഞ്ഞാല് ബാപ്പാക്ക് വേണ്ടി സദഖ കൊടുക്കുന്ന മക്കളായിട്ടല്ലാതെ നിങ്ങൾ മാറരുതേ. പൊട്ടിക്ക
പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമൃതാ പറയുകയാണ്. അവസാനം പറയുന്ന പല തഗുറന്നകും ദുനിയാ കമാ ഗറതനി. എന്നെ ദുനിയാവ് ചതിച്ചു പോയടാ, എന്നെ ദുനിയാവ് വഞ്ചിച്ചു പോയടാ. ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ആ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇവിടെ വെച്ച് ചിന്തിക്കാൻ അവസരമാണ്. ആയിഷ വല്ലാതെ പൊട്ടിക്കരയുന്ന സന്ദർഭങ്ങളാണ്. അതുകൊണ്ട് പടച്ചവനെ പേടിക്കണേ ആയിഷ. ഹുദൈബിയയിലുള്ള ഒരുപാട് ആയിഷ ഉമ്മമാരുണ്ട്, ഫാത്തിമ ഉമ്മമാരുണ്ട്, ഖദീജമാരുണ്ട്, ആയിഷത്തു തുഹറയുണ്ട്, മൈമൂനയുണ്ട്.